എല്ലാവർക്കും നമസ്കാരം. മധ്യമ രജ്ജു ദോഷം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ജാതകങ്ങൾ തമ്മിൽ വിവാഹ പൊരുത്തം നോക്കുമ്പോൾ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് നക്ഷത്രങ്ങളെ തമ്മിൽ ചേർക്കുന്നതാണ് മധ്യമരജ്ജു ദോഷം എന്ന് പറയുന്നത്. മധ്യമരജ്ജു എന്ന് പറയുന്നത് 3 വിരലുകൾ എടുക്കുമ്പോൾ ചൂണ്ടുവിരലും നടുവിരലും അതിന് അടുത്ത അണിവിരലും ഇതിന് മുമ്പുള്ള ആ മോതിരവിരലും ഇതാണ്. ഈ 3 വിരലുകളിൽ ആയിട്ട് 27 നക്ഷത്രങ്ങളെ എണ്ണുമ്പോൾ ആ നടുവിലത്തെ വിരലിൽ വരുന്ന നക്ഷത്രങ്ങളെയാണ് ഈ മധ്യമം എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. അതിൽ വരുന്ന നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹ പൊരുത്തങ്ങളിൽ യോജിപ്പിക്കാറില്ല. അതായത് ഭരണി, പൂരം, പൂരാടം, മകയിരം, ചിത്തിര, അവിട്ടം, പൂയം, അനിഴം, ഉത്രട്ടാതി ഈ പറയുന്ന 9 നക്ഷത്രങ്ങൾ തമ്മിൽ മധ്യമരജ്ജു ദോഷമുണ്ട്. ഇങ്ങനെ വന്നാൽ ആ വിവാഹ പൊരുത്തം ഇല്ലാത്തതാണ് എന്ന് പറയും. ആ ജാതകങ്ങൾ തമ്മിൽ യോജിപ്പിച്ചാൽ ദാമ്പത്യ കലഹങ്ങളും പ്രശ്നങ്ങളും മറ്റ് അതിന് പറഞ്ഞിരിക്കുന്നതായ ദോഷങ്ങളൊക്കെ ഉണ്ടാകാം എന്ന് പറയുന്നു. മറ്റ് എന്തെല്ലാം പൊരുത്തങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ പാപസാമ്യം ഉണ്ട്, ചിലപ്പോൾ ഈ നക്ഷത്രങ്ങൾ തമ്മിൽ നക്ഷത്ര പൊരുത്തവും കാണിക്കാം, 5 പൊരുത്തത്തിൽ കൂടുതൽ കാണിക്കുകയും ചെയ്യാം. എങ്കിൽ തന്നെയും എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടെങ്കിലും രജ്ജുദോഷമുണ്ടെങ്കിൽ അത് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവാഹ പൊരുത്ത പരിശോധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷമായിട്ട് ഇതിനെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഐശ്വര്യഹാനി ഉണ്ടാകാം, നിത്യമായ ദുഃഖമുണ്ടാകാം, ദുരിതങ്ങളുണ്ടാവാം, അപ്രതീക്ഷിതമായ ആപത്തുകളുണ്ടാകാം. പിന്നെ യോജിപ്പ് എന്ന് പറയുന്ന കാര്യം, മാനസികമായും ശാരീരികവുമായിട്ടുള്ള യോജിപ്പ് വളരെ കുറവായിരിക്കും. ധന ഐശ്വര്യങ്ങളുടെ ഹാനി ഉണ്ടാവാം. എത്ര പരിശ്രമിച്ചാലും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ സാധിക്കാതെ പോകാം. നമുക്കുള്ള ആ റിസോഴ്സസ് ഉപയോഗിച്ച് ഉള്ള വളർച്ച സാധാരണഗതിയിൽ സാധ്യമല്ലാതെ വരാം. ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങളുണ്ടാവാം ജീവിതത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ചെയ്യരുതാത്തത് ചെയ്താൽ വരരുതാത്തത് വരും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, പരസ്പരം യോജിപ്പിക്കരുത്. രജ്ജു എന്ന് പറയുന്നത് താലി കെട്ടുന്ന ചരടാണ്, അത് നിൽക്കില്ല, പൊട്ടിപ്പോകും എന്നൊരർത്ഥം അതിനുണ്ട്. വിജയിക്കാത്ത ഒരു ദാമ്പത്യമായി മാറാം. അപ്പോൾ ഈ നക്ഷത്രങ്ങളാണെങ്കിൽ ഈ മനപ്പൊരുത്തങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, സ്ത്രീ പുരുഷന്മാർ തമ്മിൽ മനപ്പൊരുത്തം വന്നിട്ടുണ്ടെങ്കിൽ മറ്റു കുറേ ദോഷങ്ങൾ നമുക്ക് കണ്ടില്ലെന്ന് വയ്ക്കാം. പക്ഷേ ഈ രജ്ജുദോഷമാണെങ്കിൽ അത് കഴിയാവുന്നത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം പിന്നീട് നമുക്ക് അതിനൊന്നും പരിഹരിക്കാൻ സാധിക്കുന്നതല്ലല്ലോ. എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും ഈ നക്ഷത്രങ്ങൾ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. നമ്മൾ ജനിച്ച നക്ഷത്രം എന്നും അത് തന്നെ. പരിഹാരങ്ങൾ ചെയ്ത് അതിനെ മാറ്റാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ആ പൊരുത്തങ്ങളെ, ഈ രജ്ജു ദോഷം മാറ്റി നിർത്തിക്കൊണ്ട് മാത്രം നമ്മൾ ചിന്തിക്കണം. എല്ലാവർക്കും സർവേശ്വരിയായിട്ടുള്ള ദേവി നല്ലത് വരുത്തട്ടെ.